الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده حتى أتاه اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الكلام كلام الله وخير السنن سنة محمد صلى الله عليه وسلم وخير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله السميع العليم من الشيطان الرجيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. وقال النبي صلى الله عليه وسلم إن دماءكم وأموالكم حرام عليكم حرام عليكم كحرمة يومكم هذا في بلدكم هذا في شهركم هذا أو كما قال صلى الله عليه وسلم. صدق النبي المصطفى الكريم وعليه أفضل الصلوات وأزكى التسليم. عباد الله أوصيكم ونفسي بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ആദരണീയരായ മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഏറ്റവും സ്നേഹനിധികളായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ, കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ച് പരിശുദ്ധി നേടണമെന്നും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സുന്നത്തുകളെ അനുധാവനം ചെയ്ത് ജീവിത വിജയം വരിച്ച് മുന്നേറണമെന്നും എന്നോടും നിങ്ങളോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അരങ്ങൊഴിഞ്ഞു. ആരവങ്ങളും ആവേശത്തിൻ്റെ അലമാലകളും ഇന്നലെ സമയത്തോടെ എല്ലാം അലിഞ്ഞു ചേർന്നുകയുണ്ടായി. ഒരു പെരുന്നാൾ കൂടി കഴിയുകയും അത് ഒഴിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ പ്രാവശ്യത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മവും അത് പൂർത്തിയാക്കി വരുന്ന ഹാജിമാരെയും അല്ലാഹു പരിപൂർണമായി ഖബൂലാക്കുമാറാകട്ടെ. ഹാജിമാർ പരിശുദ്ധ ഹറമിനോട് വിദാഇന്റെ തവാഫ് ചെയ്ത് വൈകാരികമായ ഒരു വിടപറയൽ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ഏതായാലും ധ്രുവ് രാത്തി എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് നമുക്കറിയാം. ഇന്ത്യൻ മതേതരത്തിൻ്റെ ആൾരൂപം എന്ന് വേണമെങ്കിൽ പറയാൻ മാത്രം അർഹനായ, ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ഫാഷിസത്തെ ഇന്ത്യയോട് വിട പറയാൻ ഒരു പരിധിവരെ രംഗത്ത് വന്നിരുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടതായിട്ട് നമുക്കെല്ലാം കാണാൻ സാധിച്ചു. ഇതെന്തൊരു സമൂഹമാണ് അല്ലേ? വാട്ട് ആൻ അമേസിംഗ് കമ്മ്യൂണിറ്റി. ഇതെന്തൊരു സമൂഹമാണ്, എന്തൊരു കമ്മ്യൂണിറ്റിയാണ്. ആഘോഷത്തിന്റെ അകമ്പടിയിൽ മദ്യചഷകങ്ങൾക്ക് പകരം അത്രമേൽ ആർദ്രതയോടെ ഭക്ഷണവും സ്നേഹവും കൈമാറി കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി ഇതര സഹോദര സമുദായങ്ങളുടെ ആരാധനയങ്ങളിൽ കയറി നൃത്തം ചെയ്യാനോ പ്രകോപന വാക്കുകൾ മൊഴിയാനോ നിന്നില്ല. നമ്മുടെ
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടിന്റെ അടുത്ത പ്രദേശത്ത് കയറി ഒരു പള്ളിയിൽ ജുമാ ദിവസം മസ്ജിദിൽ കയറി ഒരു സുഹൃത്ത് കയറിക്കൊണ്ട് ശ്രീറാം എന്ന് പറയുന്നു. ശ്രീറാം എന്ന് പറയുന്ന അത്ര മോശമെന്നാണെന്ന് പറയുന്നവരല്ല നമ്മൾ. എന്നാൽ പോലും ഈ ദിവസത്തിന്റെ പ്രത്യേകത അദ്ദേഹം എഴുതിയത് മറ്റു സഹോദര സമുദായങ്ങളുടെ ആരാധനകളിൽ കയറി നൃത്തം ചെയ്യാനോ പ്രകോപന വാക്കുകൾ മൊഴിയാനോ പോയില്ല. 200 മില്യൺ മുസ്ലിം സഹോദരങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചു. എത്ര സമത്വമായിട്ട് വൃത്തിയോടെയാണ് ഈ വാക്കുകൾ നാം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവെക്കേണ്ടത് എന്നുള്ളതിന് ആമുഖമായി ഞാൻ പറഞ്ഞു വെച്ചതാണ്. ഏതായാലും ഹജ്ജ് കർമ്മം അതൊരു വ്യക്തിയുടെ ദീന് പൂർത്തിയാകുന്നതിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു ഹജ്ജ് ചെയ്തതായിട്ടാണ് ആധികാരികമായി തെളിയിക്കപ്പെട്ടുള്ളൂ. ഒരൊറ്റ ഹജ്ജ്. ആ ഹജ്ജ് തന്നെയാണ് ഹജ്ജത്തുൽ വദാ എന്നറിയപ്പെടുന്ന ഹജ്ജ്. ആ ഹജ്ജിൽ ഒരുമിച്ച് കൂടിയ സമയത്താണ് ദീനിനെ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്നുള്ള ഒരു പരിശുദ്ധ സൂക്തം ഇറങ്ങുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നാം ഈ ദിവസം നിങ്ങൾക്ക് പരിശുദ്ധ ദീനിനെ പൂർത്തീകരിച്ച് തന്നിരിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഇവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രധാനമായ 3 കാര്യങ്ങൾ. അതൊന്ന്, ഈ ദീനിൽ ഒരാൾക്കും ഒന്നും കൂട്ടിച്ചേർക്കാനോ കുറക്കാനോ ആവശ്യമില്ലാത്ത വിധം ഇതിനെ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. പൂർത്തിയായ ദീൻ അല്ലാഹു നൽകുന്ന ഒരു സമ്മാനമാണ്. അഥവാ അല്ലാഹു അവന്റെ അനുഗ്രഹങ്ങൾ പൂർത്തിയാക്കി തരിക എന്നുള്ളത് ഒരു സമ്മാനമാണ്. രണ്ടാമത്തെ വാക്കതാ വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അള്ളാഹു തൃപ്തിപ്പെട്ടത് ഈ പരിശുദ്ധ ദീൻ ഇസ്ലാമാകുന്നു എന്ന് ഒന്നുകൂടി അള്ളാഹു ഉറപ്പിച്ച് പറഞ്ഞു തരികയാണ്. ഏതായാലും അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 23 കൊല്ലത്തെ പ്രബോധന രംഗത്തെ ആ ഒരു പ്രവർത്തനം നിർവഹിച്ച് അതിന്റെ സായുജ്യം അനുഭവിക്കുന്ന ദിവസത്തിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഞാൻ അന്ന് പറഞ്ഞു വെച്ചതുപോലെ ലോകത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിൽ ആദ്യത്തേതാണ് എന്ന് പറയാം. വേണമെങ്കിൽ ഇതിന് മുമ്പ് ഒരു അവകാശ പ്രഖ്യാപനം മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അബിസീനിയയിലേക്ക് ഹിജ്റ പോയ സമയത്ത് മക്ക കുഫാറുകളുടെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജഅഫർ റളിയല്ലാഹു അൻഹു ചെറു സംഘവും അബിസീനിയയിലേക്ക് നജാഷി രാജാവിന്റെ അടുത്തേക്ക് ഹിജ്റ പോയി. ഈ സമയത്ത് അംർ ഇബ്നുൽ ആസ് അന്നത്തെ ഖുറൈശി കുഫാറുകളുടെ നേതാവാണ്. അംർ ഇബ്നുൽ ആസ് അദ്ദേഹം ഈ ഒരു ഖുറൈശി വർണ്ണത്തിന്റെ ആഭിജാത്യം നിലനിൽക്കുന്ന സമയത്ത് അതിന്റെ ഞാനൊരു ഖുറൈശിയാണ് എന്നുള്ളതിനെ മുൻനിർത്തിക്കൊണ്ട് അംർ ഇബ്നുൽ ആസ് കാഫിറുകളിൽപ്പെട്ട അംർ ഇബ്നുൽ ആസ് നജാഷി രാജാവിന്റെ അടുത്ത് പോയി ഈ വന്ന സംഘത്തെ വല്ലാതെ ദ്രോഹിച്ച് പറയുന്നുണ്ട്, വല്ലാതെ ദുഷിച്ചു പറയുന്നുണ്ട്. ആ സമയത്ത് ജഅഫർ റളിയല്ലാഹു അൻഹു നജാഷി രാജാവിന്റെ മുമ്പിൽ ഇസ്ലാമികമായ പ്രബോധനത്തിന്റെ പേരിൽ നടത്തിയ ഏറ്റവും സായുജ്യമടയുന്ന ഒരു പ്രസംഗമുണ്ട്. അതിനെയും വേണമെങ്കിൽ ഇസ്ലാമിന്റെ 1ാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്താം. അതിനുശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് അന്ന് നാം കേട്ട ആ ഒരു പ്രസംഗങ്ങൾ. നാം കഴിഞ്ഞ ആഴ്ചയിലെ ചില സൂചനകൾ നൽകി. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ജൂതൻ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്കൊരു പക്ഷേ പെരുന്നാൾ പോലെ കാണേണ്ടുന്ന ഒരു ദിവസത്തെ കുറിച്ച് അങ്ങേക്ക് അറിയാമോ? യാ അമീറുൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹ ലൗ അലൈനാ ഉൻസിലത് മഅശറൽ യഹൂദ് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദൻ വഅയ്യു ആയ. ഒരായത്ത് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ പാരായണം ചെയ്ത പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്. അത് ഞങ്ങളുടെ മഅശറൽ യഹൂദരുടെ മേലെയാണ് ആ ആയത്ത് ഇറങ്ങിയിരുന്നതെങ്കിൽ, അവതരിച്ചിരുന്നതെങ്കിൽ ഞങ്ങൾ ആ ദിവസത്തെ പെരുന്നാളായി ആഘോഷിക്കുമായിരുന്നു. വഅയ്യു ആയ. ഏതാണ് ആയത്ത്? റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ആ ചോദ്യം ഒരു ആശ്ചര്യത്തെ വെളിവാക്കുന്നതാണ്. പ്രത്യയശാസ്ത്രപരമായി നിങ്ങൾക്ക് എന്തെല്ലാമാണോ ഈ മതം നൽകുന്നത് അതിന്റെ എല്ലാം പരിസമാപ്തിയാണ് ഇത് എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ പ്രവാചകനിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ പറയുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഏറ്റവും വികാര തീവ്രമായ ദിവസങ്ങൾ കൂടിയാണ്. അഥവാ അത്രമേൽ കഠിനമായ പ്രബോധന ദൗത്യം. ആ പ്രബോധന ദൗത്യത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പീഡനങ്ങൾ എത്രയാണ് നമുക്ക് ഒരുപാട് അറിയുന്ന സംഭവങ്ങളാണ്. ആ ഒരു ഏറ്റവും വലിയ ദൗത്യത്തിന്റെ അത് ഏറ്റെടുത്ത്
പൂർണ്ണമായി വിജയിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പക്ഷേ ആ ഒരു അനുയായിയും ഒരു നേതാവും, ഇത്രയും കൂടുതൽ അനുയായികളെ മുൻനിർത്തി ഒരു നേതാവ് സംസാരിച്ച സംസാര ചരിത്രത്തിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രമേൽ വികാര നിർമ്മിതമായ ഒരു സമയം, 23 കൊല്ലത്തെ പ്രബോധന ദൗത്യത്തിന്റെ പരിസമാപ്തിയുടെ നാന്ദി കുറിക്കുന്ന സമയം. ആ സമയത്ത് തന്നെയാണ് 1,00,000-ൽ കൂടുതൽ വരുന്ന അനുയായികളെ മുൻനിർത്തി അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അത്രമേൽ വൈകാരികമായ ഒരു അർത്ഥത്തിലുള്ള ഒരു സന്ദർഭമായതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചത്. ഇതിനിടയിൽ വളരെ വേദനയോടെ കണ്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, വേദനയോടെ ഒരു വിഷാദ നിർഭരമായ ഒരു വിഷാദ മുഖത്തോടെ ഇരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സഹാബത്ത് കാണുകയും, അബൂബക്കർ റളിയല്ലാഹു സഹാബത്ത് ചോദിച്ചു, ഇത്രയും അല്ലാഹുവിന്റെ റസൂൽ വളരെ സന്തോഷത്തോടെ ഈ ഒരു ആയത്ത് പറഞ്ഞു തന്നിട്ട് അങ്ങെന്താ ഇങ്ങനെ വിഷാദമുഖനായിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക് ഈ നിമിഷങ്ങൾക്ക് വേറെ അർത്ഥവും കൂടിയുണ്ട്. അഥവാ എല്ലാം പൂർത്തിയാകുന്നു എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഈ ഒരു പൂർത്തിയാകലിന്റെ നാഥനുണ്ടല്ലോ, ഇതിന്റെ ഒരു നായകൻ, ആ നായകന്റെ വിടപറയിൽ കൂടിയാണല്ലോ എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതിന്റെ പേരിൽ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഖുതുബത്തുൽ വിദാ എന്നെല്ലാം ആ പ്രസംഗത്തിന് പേര് വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് കൂടിയിരുന്ന സഹാബത്തിനെ വിളിച്ചത് അയ്യുഹന്നാസ് എന്ന്. അയ്യുഹന്നാസ്, അയ്യുഹൽ മുഅ്മിനൂൻ എന്നല്ല, അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്മഉ ഖൗലി ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എൻ്റെ വാക്കിനെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അടുത്ത വർഷം നിങ്ങളെ ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ സാധിച്ചു പോകണം എന്നില്ല. എനിക്കത് സാധിക്കുമോ എന്നറിയില്ല. ആ വാക്കിലൂടെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വിടവാങ്ങൽ പ്രസംഗമായിട്ടാണ് സ്വാഭാവികമായി മനസ്സിലാക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എന്റെ ഈ പ്രബോധന ദൗത്യം പൂർത്തീകരിച്ചു തന്നുവോ? ഹൽ ബല്ലഗ്തു അല ഹൽ ബല്ലഗ്തു, എന്റെ പ്രബോധന ദൗത്യം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നുവോ, അഥവാ നിങ്ങൾക്ക് ഞാൻ സംതൃപ്തനാണോ എന്നൊരു ആശയം കൂടി അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചോദിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു, ഒന്നടങ്കം ബല്ലഗ്ത വഅദ്ദൈത റിസാലതക, അല്ലാഹുവിന്റെ പ്രവാചകനെ, അങ്ങയുടെ മേലുള്ള ദൗത്യം പരിപൂർണമായി നിർവഹിച്ചിട്ടാണ് അങ്ങ് ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങ് ഈ വേദിയിൽ നിന്ന് വിട വാങ്ങുന്നത് എന്നവർ ഒന്നടങ്കം സമ്മതിച്ചു പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചതിന്റെ ആശയങ്ങൾ, ഇന്ന ദിമാഅകും വഅംവാലുകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ ഫീ ബലദികും ഹാദാ. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വേറെ അതിനുശേഷം പലതും സംഭവിച്ചിട്ടുണ്ട്. 1215 മാഗ്ന കാർട്ട എന്ന് പറയുന്ന സംഭവം വന്നു, അത് നമുക്കറിയാം. അതുപോലെ 948 ഡിസംബർ 10 മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടന്നു കഴിഞ്ഞു. 948, എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷം എല്ലാ രാജ്യങ്ങളും അവരവരുടെ ഭരണഘടനയിൽ ഇക്വാലിറ്റിയെ കുറിച്ച് സംസാരിച്ചു. അതുപോലെ 963 ലിങ്കൻ സ്ക്വയറിൽ വെച്ച് ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞു വെച്ചു. ആര്? അഥവാ എനിക്കൊരു മഹാസ്വപ്നമുണ്ട്, നമ്മുടെ കറുത്ത വർഗക്കാരായ കുഞ്ഞുങ്ങൾ ഈ അമേരിക്കയുടെ ഭരണസാരഥ്യത്തിൽ എത്തുന്ന ഒരു കാലം വരും എന്ന് ഒരു പ്രസംഗം നടക്കുന്നു. ആരാ നടത്തിയത്? അന്നത്തെ ആ ഒരു കറുത്ത വർഗത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലനായ മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന മനുഷ്യൻ. എത്ര കാലഘട്ടത്തിന്? 963 എല്ലാവരും ഒരുപോലെയാണ്, തുല്യരായിട്ടാണ് ജനിച്ചത് എന്ന് പറയുന്ന ഒരു കാലം വരും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം. അഥവാ 963 അത് യാഥാർത്ഥ്യമായിട്ടില്ല എന്നാണ് ഈ പ്രസംഗത്തിൽ മനസ്സിലാക്കേണ്ടത്. 963 ആ ഒരു കാലത്ത് പോലും അത് സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ചിലയിടത്തൊക്കെ ഈ അടുത്ത സാഹചര്യങ്ങളിൽ പോലും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഭക്ഷണശാലകൾക്ക് മുമ്പിൽ നോ എൻട്രി ഫോർ ഡോഗ്സ് ആൻഡ് ബ്ലാക്സ് എന്ന് എഴുതി വെച്ച ബോർഡുകൾ കാണാൻ പറ്റുന്നതാണ് അല്ലെ? ഇവിടെ ഒരു കറുത്ത വർഗക്കാരനും നായ്ക്കൾക്കും പ്രവേശനമില്ല. എത്ര വികൃതമായ മോശമായ ഇതുപോലുള്ള ഒരു സംസ്കാരം നിലനിന്നിടത്ത് എത്രമേൽ പരിശുദ്ധമായിട്ടാണ് 6-ാം നൂറ്റാണ്ടുകാരൻ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വർണ്ണവെറിയെ എതിർത്ത് സംസാരിച്ചത്. അതിന്റെ ഏറ്റവും വലിയ മഹത്വം മനസ്സിലാക്കേണ്ടത് അങ്ങനെ വലിയ ഒരു ഭരണഘടനയുള്ള ഇന്ത്യ മഹാരാജ്യം, ഇക്വാലിറ്റി ബിഫോർ ലോ, അഥവാ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യാവകാശമാണ്, അഥവാ ഫ്രട്ടേണിറ്റി, ഇക്വാലിറ്റി ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രയാമ്പിൽ തന്നെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അത് തുടങ്ങി വെക്കുന്നതും ഇതുപോലുള്ള വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്.
പക്ഷേ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും സമന്മാരാകുന്നു എന്ന പ്രഖ്യാപനം വന്നിട്ടും ഇന്നും ഈ കാലഘട്ടത്തിലും ലോകത്തെ എല്ലായിടത്തും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുമുണ്ട്. പക്ഷെ അറഫയിൽ അന്ന് നടന്നു വെച്ചത് പ്രസംഗം മാത്രമല്ല, ഒരു പ്രയോഗം കൂടിയായിരുന്നു. പ്രയോഗിച്ച് കാണിച്ചു കൊടുക്കൽ, അഥവാ മക്ക വിജയം. ഫതഹ് മക്ക കഴിഞ്ഞു. ഫതഹ് മക്ക കഴിഞ്ഞപ്പോ മാറ്റി നിർത്തപ്പെട്ടവന്റെ ഒരു പ്രതിനിധിയായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൈപിടിച്ച അല്ലാഹുവിന്റെ റസൂൽ കൈപിടിച്ചുകൊണ്ട് പരിശുദ്ധ കഅബാലയത്തിന്റെ മീതെ കയറി ബാങ്ക് മുഴക്കണം എന്ന് പറഞ്ഞു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ഉമ്മ പോലും എന്നെ ചേർത്ത് വെച്ച് ചുംബിച്ചിട്ടില്ല. എന്നെ ആദ്യമായി എന്റെ നെറ്റിയിൽ ചേർത്ത് വെച്ച് ചുംബിച്ചത് എന്റെ ഓർമ്മയിൽ അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രമേൽ സ്നേഹാർദ്രത നിറഞ്ഞ മനുഷ്യ സമൂഹത്തിന്റെ നിർമ്മിതി കാണിച്ചു തന്ന മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു രംഗം, അഥവാ ഈ പരിശുദ്ധ കഅബയുടെ മീതെ നീ കയറി ബാങ്ക് മുഴക്കണം എന്ന് പറഞ്ഞത് മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ്. പിൽക്കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറയാൻ മാത്രം അങ്ങനെയുള്ള ചെറിയ അന്ന് മക്കയിൽ ജീവിച്ചിരുന്ന കുഫാറുകളുടെ പ്രതിനിധികൾ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ കാരണവന്മാർ ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അകറ്റി നിർത്തിയിരുന്ന ഈ ഒരു കാപ്പിരിയായ ശ്വസിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഇവരെ പോലുള്ള ആളുകൾ പരിശുദ്ധ ഗേഹത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നത് ഞങ്ങളുടെ കാരണവന്മാർ കണ്ടിരുന്നെങ്കിൽ ഹൃദയസ്തംഭനം വന്നു പോകുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുക. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു കുടിലതകൾക്ക് മുമ്പിലാണ് ഇന്ന ദിമാഅകും വ അംവാലകും ഹറാമുൻ അലൈക്കും എന്ന് നമ്മോട് ചേർത്ത് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ പ്രസംഗത്തിന്റെ ആമുഖത്തിലൊന്നും ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. അവിടെ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാം രൂപീകൃതമാകുന്ന സംസ്കൃതിയുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ്. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞത് നോക്കിയേ, നിങ്ങളുടെ തമ്പുരാൻ ഒന്നാണ്, ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്, നിങ്ങളുടെ പിതാവ് മണ്ണിന്റെ മകനാണ്, അല്ലേ? വ ആദമു മിൻ തുറാബ്, നിങ്ങളുടെ പിതാവ് മണ്ണിന്റെ മകനാണ്, കീഴാളനില്ല, മേൽജാതിയില്ല, ജാതി വർണ്ണ ദേശഭാഷക്ക് തുല്യത കൽപ്പിച്ച അല്ലാഹു റസൂൽ കുല്ലുകും മിൻ ആദം വ ആദമു മിൻ തുറാബ്. ചരിത്രത്തിൽ എമ്പാടും ഇസ്ലാമിക ലോകത്തിന് നൽകിയ ഒരു സന്ദേശം ഇതായിരുന്നു. കേരളത്തിന്റെ മഹാനായ കവി കുമാരനാശാൻ അദ്ദേഹത്തിന്റെ വിമർശ വിധേയനമായ ഒരു തൂലിക കവിതയുണ്ട്. അദ്ദേഹത്തിന്റെ ദുരവസ്ഥ എന്നാണ് ആ കവിതയുടെ പേര്. അതിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ജാതീയതയുടെ ഉച്ചനീചത്വങ്ങൾ അദ്ദേഹം വരച്ചിനെ കൂറിയിട്ടിട്ട് പറയുന്നത് നമുക്കറിയാം. തൊട്ടുകൂടാത്തോർ, തീണ്ടിക്കൂടാത്തോർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ. ഇത് നമുക്കൊക്കെ അറിയുന്ന ചില വരികളാണ്. ദൃഷ്ടിയിൽപ്പെട്ടാൽ എന്ത് തോന്നും, അഥവാ കീഴ്ജാതിക്കാരായ ആളുകൾ ഇവരുടെ മുൻജാതിക്കായ ആളുകളുടെ ദൃഷ്ടിയിൽ പെടാതിരിക്കാൻ വേണ്ടി ഹോയ് ഹോയ് എന്നിങ്ങനെ വിളിച്ച് ജാതീയമായ ഭീകരതകൾ നിലനിൽക്കുന്ന കാലത്തെ നീചജാതി എന്ന് പറയുന്നവരെ കണ്ടാൽ ആട്ടിവിടുമായിരുന്നു ഇതുപോലുള്ള വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട്. ഭഗവതം ഗീത പോലും പറയുന്നില്ലേ, ചതുർവർണം മയാ സൃഷ്ടം, 4 വർണ്ണവും എന്നാൽ സൃഷ്ടമായതാണ്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ശങ്കരാചാര്യർ പറയുന്നത് നോക്കിയേ, ബ്രാഹ്മണനാണ് ആദ്യം, അവനാണ് ഒന്നാമൻ. ബ്രാഹ്മണത്വം രക്ഷപ്പെടുമ്പോൾ മാത്രമേ ഇന്ത്യയുടെ ആർഷ സംസ്കൃതി എന്നത് നിലനിൽക്കുകയുള്ളൂ എന്ന് ശങ്കരാചാര്യർ പോലും പറഞ്ഞു വെച്ചു. അതിന്റെ ഏറ്റവും പ്രാകൃതവും ഹീനവുമായ രൂപമാണ് ദുരവസ്ഥയിലൂടെ കുമാരനാശാൻ കളിച്ചു കാണിച്ചു തന്നതും, അല്ലെ? വലിയ ജാതി ജന്മിമാരുടെ വീട്ടിൽ കീഴ്ജാതിക്കാരായ ആളുകൾ പണിയെടുക്കാൻ പോയാൽ അവർക്ക് കഞ്ഞി കൊടുക്കുന്നത് അവിടെ കുഴികുത്തി അതിൻ്റെ ഉള്ളിലാണെന്ന് വായിച്ച് പഠിച്ചവരാണെന്ന ഈ ജാതീയതയ്ക്ക് മുന്നിൽ 6-ാം നൂറ്റാണ്ടിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തിനും ഏതിനും 6-ാം നൂറ്റാണ്ടിനെ കുറ്റം പറയുന്ന വലിയൊരു ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സമൂഹം. എന്തിനും ഏതിനും 6-ാം നൂറ്റാണ്ടുകാരന്റെ പരിഷ്കാരങ്ങൾ, നീചകൃതികൾ എന്ന് പറയുന്നവരോട് ഈ രംഗങ്ങളൊന്നും അവർ കാണുന്നില്ലേ? 6-ാം നൂറ്റാണ്ടിനെ പരിഷ്കരിച്ചുകൊണ്ട് അന്ന് അല്ലാഹുവിന്റെ റസൂൽ നടത്തിയ പ്രഖ്യാപനത്തിന്റെ വലിപ്പം അറിയണമെങ്കിൽ ഈ അന്നത്തെ 19-ാം നൂറ്റാണ്ടിലെയും കേരളത്തിലുണ്ടായിരുന്ന ജാതീയതയുടെ ഭീകരതയെക്കുറിച്ച് ഈ മഹാകവിയുടെ മനോഹരമായ വരികളിലൂടെ ആണ് അറിയേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നോർത്തിൽ നാം കാണുന്ന ജാതീയതയ്ക്ക് യാതൊരു വ്യത്യാസവുമില്ല. വല്ലാതെ ജാതീയത കുടികുത്തി വാഴുന്ന കാലത്ത് ഇന്നും നാം പലതും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 6-ാം നൂറ്റാണ്ടിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചു, ഒരേ പാത്രത്തിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണം,
ഒരേ വരികളിൽ നിങ്ങൾ നമസ്കരിക്കണം. ആരാധനാലയങ്ങളിൽ കയറിയാൽ, മസ്ജിദുകളിൽ നിങ്ങൾ കയറിയാൽ അവിടെ പ്രത്യേക സ്ഥാനങ്ങളില്ല, പ്രത്യേക വരികളില്ല, പ്രത്യേകമായി ആരുടെ അടുത്ത് നിങ്ങൾ നിൽക്കണം എന്ന് കൽപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കും ഒരു പ്രത്യേകതയുമില്ല. അതുകൊണ്ടാണല്ലോ തന്റെ വേണ്ടപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് പ്രബോധന പാതയിൽ അല്ലാഹുവിന്റെ റസൂൽ അന്ന് വിളിച്ചു പറഞ്ഞു, യാ മഅശറ ഖുറൈശ് അൻഖിദു നുഫൂസകും മിനന്നാർ വമാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈഅ. ഓ ഖുറൈശി സമൂഹമേ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുക. വമാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈഅ. എന്റെ അടുത്ത് ഞാൻ മുഹമ്മദിന്റെ കുടുംബക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് യാതൊരു രക്ഷയുമില്ല. യാ ഫാത്തിമത്തു ബിദഅതു കബദി അൻഖിദി നഫ്സകി മിനന്നാർ വമാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ. യാ സഫിയ്യത്തു അമ്മത്തു റസൂലില്ലാഹ് അൻഖിദി നഫ്സകി മിനന്നാർ വമാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ. ഇങ്ങനെ ചിലരെ അല്ലാഹുവിന്റെ റസൂൽ പേരെടുത്ത് വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, നീ എന്റെ കരളിന്റെ കഷ്ണമാണ്, പക്ഷേ നിനക്ക് ദുനിയാവിൽ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട് പരലോകത്തെ സമ്പാദിക്കുക, അവിടെ വെച്ച് മുഹമ്മദിന്റെ പുത്രിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലാഹുവിന്റെ അടുത്ത് യാതൊരു പരിഗണനയുമില്ല എന്നിങ്ങനെ പേരെടുത്ത് വേണ്ടപ്പെട്ടവരെയും ഖുറൈശി സമൂഹത്തെ പ്രത്യേകിച്ചും വിളിച്ചു പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ പ്രബോധനം നടത്തിയത് അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വത്തെയാണ്, ഒരാൾക്കും പ്രത്യേകതയില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇസ്ലാം അസമത്വം എവിടെയും വെച്ചുറപ്പിക്കുന്നില്ല, പറയുന്നില്ല. ഇസ്ലാമിനെ പ്രയോഗവൽക്കരിച്ചത് തന്നെ ഈ അസമത്വത്തിന്റെ മുരട് വെട്ടുക എന്നതിന്റെ പേരിൽ മാത്രമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു വല്ലാതെ ഫിത്നകൾ പുറപ്പെട്ട കാലമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത കാലം ഒരുപാട് ഫിത്നകൾ, യുദ്ധത്തിന്റെ ഫിത്നകൾ, ഒരുപാട് പേര് മുർത്തദ്ദായി. സകാത്തുകൾ നൽകില്ല എന്ന് പറഞ്ഞ് വലിയൊരു വിഭാഗം മുന്നോട്ട് വന്നു. ഈ സമയത്ത് ചീഫ് കമാൻഡർ ആയിട്ടിരിക്കുന്നത് ഉസാമത്ത് ഇബ്നു സെയ്ദ്. ഇത് ചില സഹാബത്തുകൾക്കിടയിൽ, അഥവാ ഖുറൈശി പ്രമുഖരായ സഹാബത്തുകൾക്കിടയിൽ ചില സ്വാരസ്യങ്ങൾ ഉണ്ടാക്കി. അവർ പറഞ്ഞു, ഈ ഒരു ഫിത്നയുടെ കാലഘട്ടത്തിൽ ഒരു പൊതുമുഖം, എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തി ഇതിന്റെ ചീഫ് കമാൻഡർ ആയിരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാകില്ല എന്നൊരു മുഷാവറ ഒരു ചെറു സംഘത്തിന്റെ ഇടയിൽ നടന്നു. ഈ വിഷയം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരാൾക്കും ധൈര്യം വന്നില്ല. ഇത് പറയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഒഴിഞ്ഞു മാറി. ഖലീഫയോട് പറയാൻ എനിക്ക് ധൈര്യമില്ല. എന്നാൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ വിഷയം, അഥവാ ഉസാമയെ മാറ്റി വേറൊരു പൊതുമുഖത്തെ ചീഫ് കമാൻഡറായിട്ട് ഇസ്ലാമിക സൈന്യത്തിന്റെ അഥവാ സൈനാധിപനായിട്ട് നിയമിച്ചുകൂടെയോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നു. فوثب أبو بكر وكان جالسا فأخذ بلحية عمر فقال يا ابن الخطاب استعمله رسول الله. ഇത് ചെന്ന് പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥലത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. ചാടി എഴുന്നേറ്റു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താടിക്ക് പിടിച്ചു. പണ്ടൊരു താടിക്ക് പിടിച്ച സംഭവമുണ്ട്. മൂസ നബി ഹാറൂൻ അലൈഹിസ്സലാമിന്റെ താടിക്ക് പിടിച്ചതുപോലെ ഉമറുൽ ഫാറൂഖിന്റെ താടിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്താണ് ഈ പറയുന്നത്? അല്ലാഹു നിയോഗിച്ച ഉദ്യോഗസ്ഥൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ, അദ്ദേഹമാണ് ഉസാമത്തിനെ ഈ ഒരു സൈന്യത്തിന്റെ സൈനാധിപനായി നിയമിച്ചിട്ടുള്ളത്. വല്ലദീ നഫ്സു അബീ ബക്കർ ബിയദിഹി ലൗ ളനന്തു അന്ന സിബാഅ തഖ്തഫനി ലഅൻഫദതു ബിഅസ ഉസാമ കമാ ഉമിറ ബിഹി റസൂലുള്ളാഹ് വലൗ ലം യബ്ഖ ഫിൽ ഖുറാ ഗൈരി ലഅൻഫദതുഹു. ഭയങ്കരമായ, ഏറ്റവും തീവ്രമായ ഇസ്ലാമികമായ ഈമാനിന്റെ ഉൽപ്പത്തിയിൽ നിൽക്കുന്ന വാക്കുകളാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്റെ ശരീരം, എന്റെ നഫ്സ് ഏതൊരു റബ്ബിന്റെ പിടിയിലാണോ ആ റബ്ബിനെ തന്നെ സത്യം. എന്നെ നിങ്ങളെല്ലാം ഒറ്റപ്പെടുത്തിക്കൊണ്ട്, ഈ ഗ്രാമവാസികൾ അല്ലെങ്കിൽ ഈ സമൂഹം എന്നെയെല്ലാം ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വന്യമൃഗം എന്നെ പിച്ച് ചെയ്തു എന്ന് തോന്നിയാൽ പോലും അല്ലാഹുവിന്റെ പ്രവാചകനെ നിയമിച്ച ആ ഒരു നിയമനത്തിൽ നിന്ന് ഉസാമയെ അതിൽ നിന്ന് മാറ്റുന്ന പ്രശ്നമല്ല. കാരണം ആ അടിമവർഗക്കാരനായ മാറ്റി നിർത്തപ്പെട്ടവന്റെ പ്രതിനിധിയായ ഉസാമത്ത് ഇബ്നു സെയ്ദിനെ ഈ സ്ഥാനത്ത് അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത് എന്റെ ഹബീബായ റസൂല. അത് മാറ്റാൻ അബൂബക്കർ ആണല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചനീചങ്ങൾക്കെതിരെ നല്ല നിലയ്ക്ക് പ്രതികരിച്ച മഹാനായ അബൂബക്കർ. ഇതാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ പ്രയോഗവൽക്കരണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു കാര്യം മനസ്സിലാക്കി മുന്നേറുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله على إحسانه والشكر على توفيقه وامتنانه وصلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما.
أما بعد فيا أيها الإخوان والأخوات أوصيكم بتقوى الله الملك العلام وأنهاكم وإياي عن أكل الحرام وأحذركم عن الخطايا والآثام. وقال النبي صلى الله عليه وسلم كن في الدنيا كأنك غريب أو عابر سبيل عد نفسك من أصحاب القبور. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അറഫാത്ത് ദിനത്തിന്റെ പ്രത്യേകതയായിട്ട് അറഫാത്ത് ദിനത്തിൽ നടന്ന പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങളാണ് പറഞ്ഞു വെച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലായികത്തുകളോട് ഗാംഭീര്യത്തോടെ പറയുന്നത്, അള്ളാഹു പറയും, ഭൂമിയിലെ എല്ലാവരും എന്നെ തേടി പ്രാർത്ഥിക്കുകയാണ്. വല്ലാത്തൊരു അനുഭവമാണ്. നാം ചില ആളുകളുടെ ഹജ്ജിന്റെ ചില പ്രയാസങ്ങൾ വായിച്ചു അടുത്ത ദിവസങ്ങളിൽ, ഇന്നോ ഇന്നലെയൊക്കെ ആയി. ഹജ്ജിൽ ഈ പ്രാവശ്യം ഉണ്ടായ ഒരുപാട് വിഷമങ്ങൾ, പ്രയാസത്തിന്റെ മേൽ പ്രയാസമാണ് പരിശുദ്ധ ഹജ്ജ്. മുസ്ദലിഫ അറഫാ ദിനത്തിലെ അവിടെ ഇങ്ങനെയൊക്കെ നിന്ന് മുസ്ദലിഫയിൽ പോയി രാവാർത്ത് അവിടെ നിന്ന് മിനായിലേക്ക് കല്ലേറാൻ വേണ്ടി പോകുന്ന സമയങ്ങൾ വലിയ കഷ്ടതകളാണ്. ഒരു പ്രായമെത്തിയ ഉമ്മ മുസ്ദലിഫയിലെ രാവാർക്കൽ കഴിഞ്ഞ് അവനെ മിനയിലേക്ക് കൊണ്ടുവിട്ട് എത്രയോ ദൂരെ ഒരു ബസ് നിർത്തി അവരെ പറഞ്ഞയച്ചു. 7-8 കിലോമീറ്റർ ആ ഉമ്മ ഒറ്റപ്പെട്ട് നടന്നു വന്നു. അതിന്റെ ഒരു മിർസ എന്ന് പറയുന്ന ഒരു സഹോദരൻ കണ്ടുമുട്ടുകയാണ്. ആ കുട്ടിയോട് അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആ ഉമ്മ 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആ ഉമ്മ ചോദിക്കുന്നുണ്ട്, മോനെ മലയാളം അറിയുമോ? അറിയാമെന്ന് പറഞ്ഞപ്പോ എനിക്ക് വല്ലാതെ വിഷമത്തിലാണ് ഞാൻ. വളരെ ശക്തമായ 50 ഡിഗ്രിയിനടുത്ത് ചൂട് നിൽക്കുന്ന ആ റോഡിന്റെ ചൂടിനാൽ അവർ ധരിച്ചിരിക്കുന്ന ഷോക്സ് പോലും ശരീരത്തോട് ഒട്ടിച്ചേർന്നു എന്നാണ് സഹോദരൻ പറയുന്നത്. വല്ലാത്ത വേദന. ഉമ്മയൊരു സ്ഥലത്ത് പിടിച്ചിരുത്തി തന്റെ കയ്യിലുണ്ടായിരുന്ന ബോട്ടൽ വെള്ളം നൽകിയപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ ദാഹം മാത്രമല്ല വല്ലാതെ മൂത്രമൊഴിക്കാൻ മുട്ടുന്നു, ഒന്ന് ബാത്റൂം കാണിച്ചു തരൂ. എന്തൊരവസ്ഥയാണ്! അവിടെയെല്ലാം സഹായത്തിന്റെ ആർദ്രതയുടെ രംഗങ്ങൾ അവർക്ക് നൽകണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണ എന്താണെന്ന് കാണിച്ചു തന്നു. അല്ലാഹു ഇങ്ങനെയുള്ള ത്യാഗങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നതിന്റെ പേരിലെ അതിന്റെ പ്രതിഫലങ്ങളും നമ്മോട് പറഞ്ഞു തന്നു. പ്രിയപ്പെട്ടവരെ, ഹാജിമാരെ സ്വീകരിക്കാൻ നിൽക്കുന്ന സമയമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മാർഗമുണ്ട്, നല്ലതായ മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ഹജ്ജ് കഴിഞ്ഞ് നമ്മുടേക്ക് വരുമ്പോൾ അവരോട് സലാം പറഞ്ഞ് സ്വീകരിക്കുക. 1. 2, അവരെ മുസാഫഹത്ത് ചെയ്യുക, ഹസ്തദാനം ചെയ്യുക. 3, അവരെ ചേർത്ത് പിടിച്ച് ആലിംഗനം നടത്തുക. 4, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തഖബ്ബലല്ലാഹു ഹജ്ജക വഗഫറ ദംബക വഅഖ്ലഫ അലൈക നഫഖതക. അല്ലാഹു നിങ്ങളുടെ ഹജ്ജിനെയും ഉംറയെയും പൂർണ്ണമായി കബൂലാക്കട്ടെ, നിങ്ങളുടെ പാപങ്ങളെ പുറത്തു തരട്ടെ, നിങ്ങൾ ചെലവഴിച്ചത് വലിയൊരു തുകയാണ്, അതിന് പകരം അല്ലാഹു നൽകട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ 4 പ്രവർത്തികൾ നിങ്ങൾ ചെയ്യണമെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശൈലിയായിട്ട് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഹാജിമാർ നമ്മിലേക്ക് വരുമ്പോൾ അവരോട് നാം തീർച്ചയായും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം, അവരെ ഈ രൂപത്തിൽ സ്വീകരിക്കണം. കാരണം അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒരു ഹാജി സ്വർഗ്ഗവാസിയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഒരു ഹാജി എന്നുള്ളത് കയൗമി വലദതുഹു ഉമ്മു, അവന്റെ ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ പരിശുദ്ധനായിട്ടാണ് നമ്മിലേക്ക് വരുന്നത്. ആ ഒരു ഹാജി, അയാളുടെ പ്രതിഫലം സ്വർഗ്ഗമാണ്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹാജിമാരെ അർഹിക്കുന്ന പരിഗണന നൽകിക്കൊണ്ട് അവരെ നാം സ്വീകരിക്കുക തന്നെ വേണം, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. അതുപോലെ ബലിപെരുന്നാളിൽ നാം ഉദ്ഹിയ നടത്തും. അതിന്റെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ചില പോസ്റ്റുകൾ നമ്മിലേക്ക് വന്നിരുന്നു. വല്ലാത്ത 440 ലക്ഷം കോടി രൂപയാണ് ഈ ചില ദിവസത്തിന്റെ ഉള്ളിൽ ആട് അറുത്തിട്ട് മാത്രം മുസ്ലിം സമൂഹം ചെലവഴിച്ചത്. 4 ലക്ഷം കോടി രൂപ. പശുവിന്റെയും പോത്തിന്റെയും അതുപോലെ മാടുകളുടെ ഒന്നും കണക്ക് വന്നിട്ടില്ല. ആടിനത്തിൽ ചെലവഴിച്ചത് 4 ലക്ഷം കോടി രൂപ. ആർക്കാണ് ഇതിന്റെ പ്രയോജനം? ഗ്രാമീണ ഇന്ത്യയിലെ കർഷകർക്ക്. പിന്നെ ആരായിരുന്നു എതിർക്കുന്നത്? വല്ലാത്ത വെറുപ്പുൽപാദിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തിനാ പാവപ്പെട്ട മൃഗങ്ങളെ കൊല്ലുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ചില വർത്തമാനങ്ങളും കേൾക്കാം. ഇതാർക്ക് ഇതിന്റെ പ്രയോജനം? പാവങ്ങളായ എത്ര പേർക്ക് ഭക്ഷണങ്ങൾ വെറുതെ കിട്ടി. ആട്ടിന്റെയും മാട്ടിന്റെയും ഇറച്ചികളായിട്ട് ഇറച്ചി പോലും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന പാവങ്ങളായ സമൂഹത്തിനിടയിൽ ഇത് വിതരണം ചെയ്യാൻ ഇങ്ങനെയല്ലാതെ മറ്റൊരു മാർഗം എന്തുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മസ്ജിദിലും ഉദ്ഹിയ കർമ്മം വളരെ ഭംഗിയായി നിർവഹിച്ചു. ഏകദേശം 8500 രൂപ
8,500 രൂപയാണ് നാം നമ്മുടെ വിഹിതമായി നൽകിയത്. അതിൽ ഒരല്പം ബാക്കിയുള്ളതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മസ്ജിദിന്റെ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. ആ ഒരു തുക നമ്മൾ വലിയൊരു നീയത്തിലാണ് നമ്മൾ അതിലേക്ക് നൽകിയിട്ടുള്ളത്. വലിയ പ്രതിഫലമാണ്. നീയത്തിന് അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കും. അള്ളാഹു അർഹമായ രൂപത്തിൽ അതിന്റെ കബൂലിയത്ത് നൽകുമാറാകട്ടെ. എന്തെല്ലാം പ്രതീക്ഷകളും ആഗ്രഹങ്ങളും വെച്ചിട്ടാണോ ആ ഒരു തുക നാം നൽകിയിട്ടുള്ളത്, അതിന് അള്ളാഹു പൂർണ്ണമായി കബൂലാക്കും, യാതൊരു സംശയവുമില്ല. ഈ ബാലൻസ് തുക നമ്മുടെ മസ്ജിദ് പരിപാലനത്തിനായിട്ട് ഒരുപാട് പേരുകൾ തയ്യാറായിട്ടുണ്ട്. ഇനിയും അങ്ങനെ സാധിക്കുന്ന ആളുകൾ അത് മസ്ജിദിന്റെ പരിപാലനവുമായിട്ടും മസ്ജിദിന്റെ പുരോഗമനവുമായിട്ടും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നീക്കി വെക്കാം എന്നും അറിയിച്ചിട്ടുണ്ട്. അല്ലാത്ത ബുദ്ധിമുട്ടുള്ള സഹോദരങ്ങൾ വ്യക്തിപരമായി അറിയിക്കണമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിന് അള്ളാഹു അർഹമായ രൂപത്തിൽ സ്വീകരിക്കട്ടെ. നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും അള്ളാഹു കബൂലിയത്ത് നൽകാൻ ലഭിക്കുമാറാകട്ടെ. ആ വിഷയം സെക്രട്ടറിയുമായി സംസാരിച്ച് പരിപൂർണമായ രൂപത്തിൽ അതിനെ സ്വീകരിക്കണം. നിങ്ങൾ അതിനെ സമ്മതിച്ചുകൊണ്ട് എന്താണ് വേണ്ടത് ആ രൂപത്തിൽ വർത്തിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പ്രവർത്തകനായ കറുപ്പംപേട്ടിൽ അബ്ദുൽ അസീസ് സാഹിബ് അഥവാ ഓട്ടോ ഡ്രൈവർ ഹംസു സാഹിബിന്റെ ജ്യേഷ്ഠനായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി. ആ സഹോദരന്റെ ഖബറിടം അല്ലാഹു ഏറ്റവും അള്ളാഹു എല്ലാവിധ സംരക്ഷണവും നൽകി കബൂലാക്കുമാറാകട്ടെ. എല്ലാവിധ സ്വർഗീയ അനുഗ്രഹങ്ങളും ആ ഖബറിടത്തിലേക്ക് അള്ളാഹു നൽകി ലഭിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഖബറുകളെ വിശാലമാക്കി എല്ലാവിധ പ്രകാശത്തിന്റെ എല്ലാവിധ റാഹത്തിന്റെ അവസ്ഥകളും ആ ബർസഖി ഖബറുകളിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വേർപാടിൽ വിഷമിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അള്ളാഹു സമാധാനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംസ്ഥാന പള്ളി നിർമ്മാണ ഫണ്ടിലേക്കും ജില്ലാ സാമൂഹ്യക്ഷേമ ഫണ്ടിലേക്കും സംഭാവന നൽകേണ്ട ദിവസമാണ് ഈ വെള്ളിയാഴ്ച. അതുകൊണ്ട് അതിനാൽ സാധിക്കുന്ന ഒരു ഹദിയയും അതിനാൽ സാധിക്കുന്ന സംഖ്യയും നമ്മുടെ മസ്ജിദുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തകരെ ഏൽപ്പിക്കണം എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ ദോഷങ്ങളെ പരിപൂർണമായി മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുവന്യർ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, കൂട്ടുകാർ, നാട്ടുകാർ, പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ, അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, നമ്മളുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന നമ്മുടെ സഹായികൾ എല്ലാവരുടെയും ഖബറുകൾ അള്ളാഹു പരിപൂർണാർത്ഥത്തിൽ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു പരിപൂർണമായി മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا الذي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر يا رب العالمين يا أكرم الأكرمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.